Hi all. നമ്മളെ NSE-JS എക്സാമിന് ഇനി കുറഞ്ഞ ദിവസങ്ങളാണുള്ളത്. കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൽപ്പെട്ട ഒന്നാണ് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ളത്. അപ്പോൾ ആ ടോപ്പിക്കിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ട എല്ലാ പ്രിപ്പറേഷനും കാര്യങ്ങളും നടത്തുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ എക്സാം വൈൽ ലേണിങ്ങിൻ്റെ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്കറിയാം ഓൾറെഡി ഒരുപാട് ക്ലാസ്സസും ലെസൺസും ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അതൊക്കെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നമ്മുടെ കൂടെ എക്സാം എഴുതുന്ന നമ്മളെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഈ ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് പരിചയപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ക്ലാസ്സൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. കാരണം എല്ലാവർക്കും എന്ത് ചെയ്യട്ടെ, നമ്മൾ ഫ്രീ ആയിട്ട് നൽകുകയാണ്. അത് ഏറ്റവും മാക്സിമം ആളുകളിലേക്ക് റീച്ച് ചെയ്യേണ്ടതുണ്ട്. അവർക്ക് കൂടി അത് ഉപകാരപ്പെടേണ്ടതുണ്ട്. ആ നിലക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, പ്രത്യേകിച്ച് എക്സാം എഴുതുന്ന സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കെമിസ്ട്രിയിലെ സ്ട്രക്ചർ ഓഫ് ആറ്റവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. അപ്പോൾ റാൻഡം ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ചിലപ്പോൾ ചില കോൺസെപ്റ്റുകൾ ഒരുപക്ഷെ നമ്മൾ ഹൈസ്കൂൾ ലെവലിൽ ജസ്റ്റ് പഠിക്കുന്നതേ ഉണ്ടാവുള്ളൂ. ചിലത് കുറച്ചും കൂടി ഒരു ഹയർ സെക്കൻഡറി ലെവലായിരിക്കും കുറച്ചും കൂടി കൂടുതൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക. അങ്ങനെയൊക്കെ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പാണ്. കാരണം ആറ്റം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്കറിയാം ഒരു ദിവസം കൊണ്ട് ഉണ്ടായ ഒരു കോൺസെപ്റ്റ് അല്ല. അതിനൊരു പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട്. പണ്ടുണ്ടാക്കിയ നമ്മളെ ജോൺ ഡാൾട്ടൺ ഉണ്ടാക്കിയ ഒരു ആറ്റം കൺസെപ്റ്റേ അല്ല ഇന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അതിനൊരു സീരീസ് ഉണ്ട്, ഒരു സ്റ്റേജസ് ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, അതിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് എന്ത് ചെയ്യുക, ആറ്റവും അതുമായി ബന്ധപ്പെട്ട സ്ട്രക്ചറും അതിൻ്റെ ഒരുപാട് കോൺസെപ്റ്റുകളൊക്കെ എന്ത് ചെയ്യുക, ക്ലിയർ ആവുക. അപ്പോൾ നമുക്ക് നേരിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എനിക്ക് ആദ്യം പറയാനുള്ളത്, കയ്യിലൊരു പെൻ ആൻഡ് പേപ്പർ നിർബന്ധമായിട്ടും വേണം. പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും വീഡിയോ പോസ് ചെയ്തുകൊണ്ട് അത് മാക്സിമം എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക, ആൻസറിലേക്ക് എത്തുക. ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ ബാക്കി പറയുന്ന എക്സ്പ്ലനേഷൻ എന്ത് ചെയ്യുക, നിങ്ങൾ കേൾക്കുക. റെഡി അല്ലേ? ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസറുകൾ പറയാൻ റെഡി ആയിട്ട് വന്നു കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റൂദർഫോർഡ്സ് സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് proved that atom has dash electron, neutron, nucleus and orbitals. നമുക്കറിയാം ഒരുപാട് ആറ്റത്തിലെ സബ് അറ്റോമിക് പാർട്ടിക്കിളുകൾ ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പല എക്സ്പെരിമെൻറ്റുകളും ഉണ്ടായിരുന്നു അല്ലേ. അതിൽപ്പെട്ട ഒന്നാണ് റൂദർഫോർഡിൻ്റെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. അതിലൂടെ അദ്ദേഹം പ്രൂവ് ചെയ്തത് എന്താണ്, ആറ്റത്തിനൊരു ന്യൂക്ലിയസ് ഉണ്ട് എന്നുള്ള കാര്യമായിരുന്നു അല്ലേ. അപ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ ആദ്യം കണ്ടുപിടിക്കപ്പെടുന്നത് ഇലക്ട്രോൺ ആണ്, ദെൻ പ്രോട്ടോൺ ആണ്, ദെൻ നമുക്കറിയാം ന്യൂട്രോൺ ആണ്. ഇലക്ട്രോൺ നമുക്കറിയാം J.J. തോംസൺ ആണ് കണ്ടുപിടിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ പ്രോട്ടോൺ നമുക്കറിയാം റൂദർഫോർഡ് ആണ് അതിൻ്റെ ഡിസ്കവറി ആയിട്ട് അറിയപ്പെടുന്നത്. ന്യൂട്രോൺ നമുക്കറിയാം ചാഡ്വിക് ആണ്. ഈ പറഞ്ഞ ഇലക്ട്രോണും പ്രോട്ടോണും രണ്ടും നമുക്കറിയാം ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിലൂടെയാണ് അതിൻ്റെ ആദ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. പ്രോട്ടോൺ കണ്ടുപിടിച്ചതോടൊപ്പം തന്നെ അതിനുശേഷം ന്യൂക്ലിയസും എന്ത് ചെയ്തു, അവിടെ പ്രൂവ് ചെയ്യപ്പെട്ടു. രണ്ടും റൂദർഫോർഡിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ദെൻ നമ്മളെ ചാഡ്വിക്ക് എന്ത് ചെയ്തു, ന്യൂട്രോണും കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ആ രൂപത്തിൽ നമുക്കറിയാം ഇത് നമ്മൾ ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി ട്രിക്കാണ്. പെൻ RTC എന്ന് പഠിച്ചാൽ മതി. പെൻ RTC. ഓക്കെ, ആരാണ് ഡിസ്കവറി ചെയ്തത് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട്. പ്രോട്ടോൺ, റൂദർഫോർഡ്, ഇലക്ട്രോൺ, തോംസൺ, ന്യൂട്രോൺ, ചാഡ്വിക്. റെഡിയാണല്ലോ? ഓക്കെ, ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റൂദർഫോർഡ് നമ്മുടെ ആൻസർ ഓപ്ഷൻ C ആണ്. അപ്പോൾ ആൻസറും അതിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് സബ് ഷെൽ ഈസ് നോട്ട് പെർമിസിബിൾ. അപ്പോൾ സബ് ഷെല്ലിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. 2D 4F 6P 3S. അപ്പോൾ ഇത് നമുക്കറിയാം, ഇപ്പോൾ സ്റ്റേറ്റ് സിലബസുകാരൊക്കെ ആണെങ്കിൽ 10th സ്റ്റാൻഡേർഡിൽ ഓൾറെഡി സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ പഠിക്കുന്നുണ്ട്. എന്നാൽ CBSE സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് 10th വരെ ഈ സബ് ഷെല്ലിനെ കുറിച്ചുള്ള കാര്യമായിട്ടുള്ള ഒരു ഐഡിയാസ് ഒന്നും സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഷെല്ലിൻ നമുക്കറിയാം KLMN ആണ് ആദ്യത്തെ 3-4 ഷെല്ലുകൾ ഉള്ളത്. ഈ ഷെല്ലിൻ്റെയും ഉള്ളിലാണ് സബ് ഷെല്ലുകൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ സബ് ഷെല്ലുകൾ എന്ന് പറഞ്ഞാൽ ഷെൽ നമ്പർ എത്രയാണോ അത്രയും സബ് ഷെല്ലുകൾ ഉണ്ടാവും. ഒന്നാമത്തെ ഷെല്ലിന് ഒരു സബ് ഷെല്ലേ ഉണ്ടാവുകയുള്ളൂ. അതേതാണ്? 1s ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഒന്നാമത്തിന് ഒരു സബ് ഷെല്ല്, അത് 1s ആണ്. രണ്ടാമത്തെ ഷെല്ലിന് 2 സബ് ഷെൽ ഉണ്ടാവും, 2s 2p. മൂന്നാമത്തേതിന് 3s 3p 3d സബ് ഷെല്ലാണ്. നാലാമത്തേതിന് 4s 4p 4d 4f ആണ്. അവിടുന്ന് അങ്ങോട്ട് ബാക്കിയുള്ളത് സെയിം തന്നെയാണ്. 5s 5p 5d 5f 6s 6p 6d 6f ഉണ്ട് കേട്ടോ. അതൊക്കെ ആ രൂപത്തിൽ അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് എന്തുള്ളത്, സബ് ഷെല്ലുകൾ ഉള്ളത്. റെഡി?
ഇത് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് എനർജിയുടെ ഇൻക്രീസിങ് ഓർഡർ ആണ്. ഇതിപ്പോഴേ നോക്കിച്ചോ, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട് വേറെയും വരാനുണ്ട്. അപ്പോൾ ഇവിടെ പെർമിസിബിൾ അല്ലാത്ത അല്ലെങ്കിൽ ഒരിക്കലും സാധ്യതയില്ലാത്ത സബ്ഷനിൽ ഏതാണ്? നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ 2D എന്നുള്ള സബ്ഷനിൽ ഉണ്ടാവുമോ? ഇല്ല. കാരണം എന്തേ? 2s ഉം 2p ഉണ്ടാവുള്ളൂ. സോ ദ ആൻസർ ഈസ് 2D ആയിരിക്കും കറക്റ്റ് ആൻസർ. 4f ഇല്ലേ, 6p ഇല്ലേ, 3s ഇല്ലേ? എസ് എന്ന് പറയുന്നത് എല്ലാവർക്കും കോമൺ ആണ് അല്ലേ? 4f ഉണ്ട്, അതേപോലെ തന്നെ 6p, ബാക്കിയുള്ളതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. 2D ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് ഉണ്ടാവുക. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ എം ഷെൽ ഓഫ് ദ എലമെന്റ് വിത്ത് അറ്റോമിക് നമ്പർ 24 ഈസ്. 24 ആണ് അറ്റോമിക് നമ്പർ. അതിലെ എം ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും എന്നാണ് മക്കളെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. 24, 12, 8, 13. വേഗത്തിലൊന്ന് ആൻസർ കണ്ടുപിടിച്ചേ. എത്രയായിരിക്കും നമ്മളെ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കുക. യെസ്, നിങ്ങളെ ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ചെയ്ത് നോക്കണം. ഞാൻ പറയാനുള്ള ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കരുത് കേട്ടോ. ഒറ്റക്ക് തന്നെ ചെയ്യണം. കാരണം എക്സാമിന് ആരും ഉണ്ടാവില്ലല്ലോ, നമ്മളാരും ഉണ്ടാവില്ല. അപ്പോൾ ഒറ്റക്ക് ചെയ്ത് റെഡിയാക്കണം. അല്ലാതെ സാർ ആൻസർ പറഞ്ഞ് വിചാരിച്ച് നിൽക്കരുത്. ഓക്കെ, യെസ്, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എം ഷെല്ലാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് ഷെല്ലാണെങ്കിൽ, കെ ഷെല്ലാണെങ്കിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, സെക്കൻഡ് ഷെല്ലാണെങ്കിൽ 8 ഇലക്ട്രോൺസ് ആണ്, തേർഡ് ഷെല്ലാണെങ്കിൽ 18 ആണ്, ഫോർത്ത് ആണെങ്കിൽ 32 ഇലക്ട്രോൺ ആണ് മാക്സിമം ആയിട്ട് ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഇയാൾ കൊടുത്തിരിക്കുന്ന അറ്റോമിക് നമ്പർ എത്രയാണ്? 24 ആണ്. എടാ 24th എലമെന്റ് ആരാണ്? 24th എലമെന്റ് ക്രോമിയം ആണ് മക്കളെ. 24th. ഓക്കെ, സ്കൂട്ടി, വിക്രമൻ, ഫെക്കോ, നിക്കൂസൺ. 21 മുതൽ 30 വരെ പഠിക്കാനുള്ള ഷോർട്ട് കട്ട് ആണത്. സ്കൂട്ടി, വിക്രമൻ, സ്കാൻഡിയം, ടൈറ്റാനിയം, വിക്രമൻ, വനേഡിയം, ക്രോമിയം, മാംഗനീസ്. 21 to 25. ദെൻ ബാക്കി ഫെക്കോ നിക്കൂസൺ എന്നാണ്. ഫെക്കോ നിക്കൂസൺ, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഇതാണ് 26 മുതൽ 30 വരെയുള്ള അറ്റോമിക് നമ്പർ. വളരെ എളുപ്പമാണ്. സ്കൂട്ടി, വിക്രമൻ, ഫെക്കോ, നിക്കൂസൺ. അപ്പൊ അതിലെ വിക്രമൻ ചക്ര ആണ് ചോദിച്ചിരിക്കുന്നത്. 24th എലമെന്റ് ആയ ക്രോമിയാണ്. എടാ നമുക്കറിയാം ഇപ്പൊ 23 നമ്മൾ എഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട, പിന്നെ 20 നമ്മൾ എഴുതുകയാണെങ്കിൽ 20 ആരാണ്? കാൽഷ്യം ആണ്. 2, 8, 8, 2 അല്ലെ? കേശൽ, എൽ, എം, ദെൻ എൻ. ഓക്കെ, ഇതാണ് 20 വരിക. ഇത് കഴിഞ്ഞിട്ടുള്ള 21 ആണെങ്കിലോ, സ്കാൻഡിയം ആണെങ്കിലോ, അത് വല്ല എങ്ങനെ? 2, 8, പിന്നെ ഇവിടെ 8, 3 എന്നല്ല വരിക. നേരെ മറിച്ച് എങ്ങനെ വരുന്നുണ്ടാവുക? ഔട്ടർ മോസ്റ്റ് മുതൽ 20 മുതൽ 30 വരെയാണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ. 20 മുതൽ 30 വരെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ. പകരം അതിലെ അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്നത് എവിടെയായിരിക്കും? ഈ പറഞ്ഞ എം ഷെല്ലിൽ തന്നെ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ 3D സബ് ഷെല്ല് പറഞ്ഞില്ലേ, ആ 3Dയിലായിരിക്കും വന്നു ചേരുക. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ എം ഷെല്ലിലാണ് ബാക്കിയുള്ള 9 ഉണ്ടാവുക. സോ 2, 8, 8, 3 അല്ല, 2, 8, 2 ആദ്യം തന്നെ എഴുതുക. എന്നിട്ട് ബാക്കി എത്ര ഉണ്ടാവും? 2ഉം 8ഉം 10, 10ഉം 2ഉം 12, 12ഉം 9ഉം ആഡ് ചെയ്താലാണ് 21 വരിക. ഓക്കെ, 22 ആണെങ്കിലോ 2, 8, ഈ 2 അതേപോലെ തന്നെ ബാക്കി 10 വരും. 23 ആണെങ്കിലോ 2, 8, 2, 11 വരും. ഈ രൂപത്തിലല്ലേ വരിക. പക്ഷേ 24 ആണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. 24 ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? 2, 8, ഈ അവസാനത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. 1 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് പകരം എത്ര ഇലക്ട്രോൺ ആയിരിക്കും വരിക? ഇത് നമുക്കറിയാം. ടോട്ടൽ എത്രയായി? 11 ആയിട്ടുള്ളൂ. ബാക്കി എത്ര വരും? 13 ആയിരിക്കും ഇവിടെ വരിക. ഈ 24th അഥവാ ക്രോമിയത്തിനും 29th ആയിട്ടുള്ള കോപ്പറിനും മാത്രം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ടാവില്ല, 1 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിക്കുമ്പോഴാണ് റെഡി ആവുക. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം ഒന്ന് പറഞ്ഞു തരാം. അവിടെ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചത്. ഈ പറഞ്ഞ ഓരോ സബ്ഷെല്ലിലും മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഷെല്ലിൽ ഇലക്ട്രോൺസ് ഉള്ളതുപോലെ സബ്ഷെല്ലുകളിലും മാക്സിമം നമ്പർ ഉണ്ട്. എസ് സബ്ഷെല്ലിൽ എപ്പോഴും 2 ഇലക്ട്രോണേ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നാൽ പി സബ്ഷെൽ ആണെങ്കിൽ 2p, 3p, 4p ആണെങ്കിൽ 6 ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ പറ്റും? അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ, മാക്സിമം 6 ആണ്. ദെൻ ഡി സബ് ഷെൽ ആണെങ്കിൽ മാക്സിമം 10 ഇലക്ട്രോൺസ് ആണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക. എഫ് സബ് ഷെൽ ആണെങ്കിൽ മാക്സിമം 14. ഓക്കെ, അപ്പൊ ഒരു 4ന്റെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് പോലെയാണ്. 4 4 4 4 2 6 10 14. ഓക്കെ, ഇതിൽ നമുക്കറിയാം തേർഡ് ഷെല്ലാണ് ഇവിടെ വരുന്നത്. തേർഡ് ഷെല്ലിൽ ആരൊക്കെ ഉണ്ടടാ? തേർഡ് ഷെല്ലിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ പറഞ്ഞു 3s ഉണ്ട്, അതേപോലെ തന്നെ 3p ഉണ്ട്, അതേപോലെ 3d ഉണ്ട്. നേരത്തെ ആരൊക്കെ വന്നിട്ടുണ്ട്? 1s ഉണ്ടായിരുന്നു, 2s ഉണ്ടായിരുന്നു, 2p ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ 2 ഇലക്ട്രോൺ പോയി, ഇവിടെ ഓൾറെഡി 2 ഇലക്ട്രോൺ പോയി, 2pയിൽ 6ഉം പോയി. ടോട്ടൽ എത്രയാടാ? ടോട്ടൽ എത്രയായി? ഇവിടെ 10 ഇലക്ട്രോൺസ് ഓൾറെഡി കവേർഡ് ആയി. നമ്മൾ നമ്പർ എത്രയാണ്? 24 കിട്ടണം അല്ലേ? അപ്പൊ കിട്ടണമെന്നുണ്ടെങ്കിൽ 3sൽ 2 ഇലക്ട്രോൺ, അപ്പൊ 10ഉം 2ഉം 12 ആയി. 3pയിൽ നമുക്കറിയാം 6 ഇലക്ട്രോൺ തന്നെയാണ്, 18 ആയി. ഓക്കെ, ഇനി പ്രത്യേകം എന്താ അറിയോ? ഇയാള് 3p കഴിഞ്ഞാൽ 3d ഉണ്ട്, പക്ഷെ ഇപ്പുറത്ത് 4s ഉണ്ട്. 3p കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുക, പഠിച്ചു വെച്ചോ, 3dയിലേക്കല്ല 4sലേക്കാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ആരോ ഇവിടെ ഓൾറെഡി വരച്ചത്. എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ് ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും 3p കഴിഞ്ഞാൽ 3dയിലേക്ക് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നതിന് പകരം 4sലേക്ക് ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഫില്ല് ചെയ്യും. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഇവിടെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തത് കണ്ടോ? ഇവിടൊക്കെ എന്താണ് അല്ലെ? 3dയിലേക്ക് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്തു? 4sലേക്ക് ഇലക്ട്രോൺ എൻ്റർ ചെയ്തു, എന്നിട്ടാണ് 3dയിലേക്ക് ഇലക്ട്രോൺ ചെയ്തത്. ഓക്കെ, അപ്പോൾ 4s ഫില്ലായിട്ടേ 4sലെ 2 ഇലക്ട്രോണും ഫില്ലായി, എന്നിട്ടേ 3dയിൽ ഇലക്ട്രോൺ കയറുള്ളൂ. അപ്പൊ എത്രയാടാ? ഇവിടെ 10 12 18 20 20 കഴിഞ്ഞു. ഇനി എത്ര ഇലക്ട്രോണാ? 4 ഇലക്ട്രോൺ. അപ്പോഴാണ് 24 ആവുക. പക്ഷെ നമ്മൾ പറഞ്ഞു ഇയാൾ ക്രോമിയവും കോപ്പറും ആണെങ്കിൽ ഈ 4sലുള്ള 1 ഇലക്ട്രോൺ കൂടി ഇങ്ങോട്ട് പോകും. ഓക്കെ, കാരണം ഇയാൾക്ക് 3d5 എന്നായാൽ നമുക്കറിയാം ഡി സബ് ഷെല്ലിൽ മാക്സിമം 10 അല്ലേ? ഡിയിൽ 10 ഇലക്ട്രോണോ 5 ഇലക്ട്രോണോ ആയാൽ അയാൾക്ക് കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടും എന്നുള്ളത് കൊണ്ട് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിലെ 1 ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയത്. അപ്പോൾ ഇത് കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും മാത്രം പെക്യുലാരിറ്റിയാണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താ? ഒന്നുകിൽ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയുന്നുണ്ടെങ്കിൽ 4sലെ 1 ഇലക്ട്രോൺ 3dയിലേക്ക് പോയി എന്ന് മനസ്സിലാക്കണം. ഇനി അതും അറിയാത്ത ആളുകളാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം? ഇതേപോലെ എന്ത് ചെയ്യണം? ഈ 24ന് മാത്രം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണ്, ബാക്കി തേർഡ് ഷെല്ല് അതിനനുസരിച്ച് എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. റെഡിയാണല്ലോ? അപ്പൊ ആൻസർ എത്ര വരും? തേർഡ് ഷെല്ലിൽ 13 ഇലക്ട്രോൺ, എം ഷെല്ലിൽ 13 ഇലക്ട്രോൺ ഉണ്ടാവുക, എൻ ഷെല്ലിൽ അവിടെ മാത്രം 1 ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ ഈ പറഞ്ഞ കേസ് ഒക്കെ എവിടെയാണ്? 20 മുതൽ 30 വരെയാണ് കേട്ടോ. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. റെഡി? ഓക്കെ, ഇനി നമ്പർ ഓഫ് പോസിബിൾ ഓർബിറ്റൽ ഓൾ ടൈപ്പ് ഇൻ n3 എനർജി ലെവൽ ഈസ്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചൊരു ഭാഗവും ഇപ്പൊ പറയുന്ന ഓർബിറ്റൽ എന്ന് പറയുന്ന കൺസെപ്റ്റും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ് മക്കളെ? ആറ്റത്തിന് അല്ലെ? ആറ്റം എന്ന് പറയുന്നത് ഒരു സ്ഫെറിക്കൽ ഷേപ്പാണ്, അയാൾ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ജോൺ ഡാൾട്ടൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് നമ്മളെ സബ് അറ്റോമിക് പാർട്ടിക്കിൾ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺസ്, ഷെല്ലുകളൊക്കെ വന്നുകൊണ്ട് നമ്മളെ ബോറിന്റെ അറ്റോമിക് മോഡൽ നമ്മൾ പഠിച്ചു വെച്ചത്. ഇതായിരുന്നു ബോർ അറ്റോമിക് മോഡൽ. അവിടെ നിന്ന് വീണ്ടും ഒരുപാട് സ്റ്റഡീസ് മുൻപോട്ട് പോയപ്പോഴാണ് നമുക്കറിയാം ഷെല്ലിന്റെയും ഉള്ളിലാരുണ്ട്? സബ് ഷെല്ലുണ്ട്. നേരത്തെ നമ്മൾ 2s 2p 3d എന്നൊക്കെ പറയല്ലേ, അതൊക്കെ സബ് ഷെല്ലുകളാണ്. സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും സബ് ഷെൽ കോൺസെപ്റ്റ് ഉള്ളത്. ഈ സബ് ഷെല്ലിന്റെയും ഉള്ളിലാണ് ആരുള്ളത്? ഓർബിറ്റൽസ് ഉള്ളത്. ഓക്കെ, ഓർബിറ്റൽ. ഓക്കെ, ഇലക്ട്രോണിനെ കാണാൻ സാധ്യതയുള്ള സ്ഥലം. ഓക്കെ, ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺസ് ആണ് ആ ഏരിയ വിളിച്ച പേരാണിത് ഓർബിറ്റൽ, നോട്ട് ഓർബിറ്റ്. ഓർബിറ്റ് എന്ന് പറയുന്നത് ഷെല്ലിന്റെ പേരാണ്. ദിസ് ഈസ് ഓർബിറ്റൽ. റെഡിയാണല്ലോ? അപ്പൊ ഈ ഓർബിറ്റലിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കേൾക്കുന്ന ഒരു ടേമാണ് ക്വാണ്ടം നമ്പർ എന്നുള്ളത്. ക്വാണ്ടം നമ്പർ. ക്വാണ്ടം നമ്പർ പറഞ്ഞാൽ ദ അഡ്രസ് ഓഫ് ആൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിന്റെ എല്ലാ അഡ്രസ്സും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ they are like an address system that tell us exactly where an electron is present in an atom. ഒരു ആറ്റത്തിൽ എവിടെയാണ് കറക്റ്റ് ഇലക്ട്രോൺ ഉള്ളതെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഈ പറഞ്ഞ ക്വാണ്ടം നമ്പർ പറഞ്ഞു തരും. അതിലെ ആദ്യത്തെ ക്വാണ്ടം നമ്പർ ആണ് ഈ പറഞ്ഞ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് വിളിക്കല്. n എന്നുള്ള ലെറ്റർ ആണ്. അയാൾ നമ്മളെ ഷെല്ലാണ്.
അല്ലെ, ഷെല്ലിനെ കുറിച്ചാണ് പറയാ. ആറ്റത്തിന്റെ സൈസ്, എനർജി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുവഴി പറയാൻ പറ്റും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കോണ്ടന്റ് നമ്പറാണ് അസിമുത്തൽ കോണ്ടന്റ് നമ്പർ. നമ്മൾ അതിനെ എൽ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് വെക്കുക. അതിലാണ് സബ്ഷെല്ലിന്റെ പേര് പറയാം. മൂന്നാമത്തതാണ് ഈ പറഞ്ഞ ഏത്, പിന്നെ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ. മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ ML എന്നാണ് നമ്മൾ അതിനെ എന്താ ചെയ്യുക, പിന്നെ റെപ്രസെന്റ് ചെയ്യുക. നാലാമത്തതാണ് സ്പിൻ കോണ്ടന്റ് നമ്പർ. ഒരു ഇലക്ട്രോൺ എങ്ങോട്ടാണ് സ്പിൻ ചെയ്തത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. റെഡി? അപ്പൊ ഇത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ എന്താണ്, പിന്നെ n നമ്പർ 3 ആണെങ്കിൽ, ഓക്കെ, അഥവാ n നമ്പർ 3 എന്ന് പറഞ്ഞാൽ എന്താ, ഷെൽ നമ്പർ 3 ആണെങ്കിൽ അയാൾക്ക് എത്ര ഓർബിറ്റൽസ് പോസിബിൾ ആവും എന്നുള്ളതാണ്. അപ്പൊ n-ന്റെ വാല്യൂ 3 ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചോ, അതിൽ എത്ര ഓർബിറ്റൽ ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്കാണ് n സ്ക്വയർ എന്നുള്ളത്. n എന്തായിരുന്നു നമ്മൾ ഈ പറഞ്ഞ ഷെൽ നമ്പർ ആണ്. അപ്പൊ ഷെൽ നമ്പർ എന്ന് പറയുമ്പോൾ എത്ര, 3യുടെ സ്ക്വയർ എത്ര വരും മക്കളെ, 9 ഓർബിറ്റൽസ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ആ 9 എങ്ങനെ കിട്ടി ഞാൻ ഒന്നും കൂടി കറക്റ്റ് ആയിട്ട് നേരത്തെ പറഞ്ഞ ക്വാണ്ടം നമ്പർ വെച്ചിട്ടൊന്ന് പറഞ്ഞു തരാം. n-ന്റെ വാല്യൂ എത്ര, 3 ആണെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ഈ 3 എന്നാണ് അതിന്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കോണ്ടന്റ് നമ്പർ അല്ലോ, സബ്ഷെല്ലുകളുടെ എണ്ണം, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് n-1 ആയിരിക്കും. ഓക്കെ, 0 മുതൽ n-1 ആയിരിക്കും. അപ്പൊ 0 ഉണ്ടാകും, n-1 എന്ന് പറഞ്ഞാൽ 3 - 1, 0, 1, 2, അങ്ങനെ എത്ര ഉണ്ട്, there are 3 സബ്ഷെൽസ്. ഓക്കെ, 3 സബ്ഷെല്ലുകൾ ഉണ്ട്. ഏതൊക്കെയാണ് 3 സബ്ഷെല്ല്, നമ്മൾ ഒന്നുകൂടി നേരത്തെ പറഞ്ഞു, 3s, 3p, 3d, അതാണ് അവരുടെ 3 സബ്ഷെല്ല്. ഓക്കെ, ഇനി 3s-നാണെങ്കിൽ നമുക്കറിയാം ഒരു ഓർബിറ്റലേ ഉണ്ടാവുള്ളൂ, 1 ഓർബിറ്റലേ ഉണ്ടാവുള്ളൂ എന്ന് പഠിച്ചേക്കുക. 3p-ക്കാണെങ്കിൽ 3 ഓർബിറ്റൽസ് പോസിബിൾ ആയിരിക്കും. ഓക്കെ, 3d-ക്കാണെങ്കിൽ 5 ഓർബിറ്റൽ പോസിബിൾ ആയിരിക്കും. ഇത് എങ്ങനെ നമുക്ക് കിട്ടുക അറിയോ, 2 ഇലക്ട്രോണിനെ ഒരു ഓർബിറ്റലിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 1 ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോണേ പറ്റുള്ളൂ. അപ്പൊ 3s-ൽ നമുക്കറിയാം ആകെ 2 ഇലക്ട്രോണേ ഉള്ളൂ, അത് ഒരു ഓർബിറ്റലായിരിക്കും. 3p-ക്ക് നമുക്കറിയാം 6 വരെ പോകും. അപ്പൊ എത്ര ഓർബിറ്റൽ ഉണ്ടാവും, 6 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 3 ഓർബിറ്റൽസ് ആയിരിക്കും, കാരണം ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ആണ്. 3d-യിൽ നമുക്കറിയാം 10 ഇലക്ട്രോൺ വരെ പോകും. അപ്പൊ എത്ര ഓർബിറ്റൽ ഉണ്ടാകും, 5 ഓർബിറ്റൽസ് ആയിരിക്കും ഉണ്ടാവുക. റെഡി? അപ്പൊ ടോട്ടൽ എത്രയായി, 1, 3-യും 5-ഉം കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ 9 ഓർബിറ്റൽ എന്ന് ഈ രൂപത്തിലും കണ്ടെത്താം. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ട്രിക്ക് വെച്ച് എന്ത് ചെയ്യാം, n സ്ക്വയർ എന്നും കണ്ടെത്താം. അപ്പൊ ഷെല്ല് പറഞ്ഞു, സബ് ഷെല്ല് പറഞ്ഞു, അതിൻ്റെ ഉള്ളിലുള്ള ഓർബിറ്റൽ കൺസെപ്റ്റിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. റെഡി? അപ്പൊ ഞാൻ പറയില്ല, ഇത് ഒറ്റയടിക്ക് എന്ത് ചെയ്യൂല, അത് കിട്ടാൻ പ്രയാസമായിരിക്കും. പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും. ഓക്കെ, നമ്പർ ഓഫ് പോസിബിൾ ഓർബിറ്റൽസ്. സോ ദ ആൻസർ എത്ര വന്നത്, 9 ആണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള മാച്ച് ഏതാണെന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. ഐസോടോപ്പ്, ഐസോടോൺ കൊടുത്തിട്ടുണ്ട്, ഐസോ ബാർ, ഐസോ ഇലക്ട്രോണിക്. യെസ്, ഐസോടോപ്പ് നമുക്കറിയാം, സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ. സെയിം അറ്റോമിക് നമ്പർ ആണോ, അല്ല അല്ലെ, ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ ആണോ, അതുമല്ല. അപ്പൊ ഇതെന്തല്ല, ഐസോടോപ്പ് ഏതായാലും അല്ല. ഐസോടോൺ എന്ന് പറഞ്ഞാൽ എന്താ, സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ് മക്കളെ, ന്യൂട്രോണിന്റെ എണ്ണമാണ്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ന്യൂട്രോണിന്റെ എങ്ങനെയാണ് കാണുക, ന്യൂട്രോണിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. മാസ് നമ്പർ അറ്റോമിക് നമ്പർ കുറയ്ക്കുക, 30 - 14 എത്ര കിട്ടി, 16 ന്യൂട്രോൺ അല്ലെ. 31 - 15 എത്ര കിട്ടി, 16 ന്യൂട്രോൺ. 32 - 16 എത്ര കിട്ടി, 16 ന്യൂട്രോൺ. ന്യൂട്രോണിന്റെ എണ്ണം കറക്റ്റ് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. സി കറക്റ്റ് ആവുമോ? ഐസോബാർ എന്ന് പറഞ്ഞാൽ എന്താ, ഐസോടോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഐസോബാർ. ഐസോബാർ എന്ന് പറഞ്ഞാൽ സെയിം മാസ് നമ്പർ ആവണം, സെയിം മാസ് നമ്പർ ആവണം, ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ആവണം, അതാണ് ഐസോബാർ. ബട്ട് നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ കൊടുത്തത്. സോ ഇതെന്തല്ല, ഐസോബാർ അല്ല, ഇത് ആക്ച്വലി ഐസോടോപ്പ് ആണ്. ഐസോ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞാലോ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആവണം, ഇലക്ട്രോണിന്റെ എണ്ണം സെയിം ആവണം. ഓക്കെ, നമുക്ക് നോക്കാം. n-3, n എന്ന് പറഞ്ഞാൽ നൈട്രജൻ ആണ്. 7 ഇലക്ട്രോൺ ഓൾറെഡി ഉണ്ടാകും. -3 എന്ന് പറയുമ്പോൾ 3 ഇലക്ട്രോൺ അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 7-ഉം 3-യും കൂടി ടോട്ടൽ 10 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആണ്. 2 ഇലക്ട്രോണെ കൂടി കിട്ടിയാൽ 10 ഇലക്ട്രോണിന് കിട്ടും. ഇത് രണ്ടും കറക്റ്റ് ആണ്. ബട്ട് ക്രോമിയോ നേരത്തെ പറഞ്ഞ പോലെ
23 ആണ് അല്ലെ, വിക്രമൻ അല്ലെ. 24 ആണ് ആര്, ക്രോമിയം. ക്രോമിയം 3+ എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോൺ പോയി. 3 ഇലക്ട്രോൺ പോയാൽ 24 3 ഇലക്ട്രോൺ പോയാൽ 21 ഇലക്ട്രോൺ ഉണ്ടാവുള്ളൂ. അപ്പൊ ഐസോ ഇലക്ട്രോണിക് അല്ല. റെഡി? സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ആയിരിക്കും എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടാവുക. റെഡി? ഓക്കെ. റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആർ അറ്റോമിക് നമ്പർ 90 ആണ്, മാസ് നമ്പർ 232 ആണ്. emits 1 alpha particle and then 2 beta particles. The daughter element will have. അപ്പോൾ R എന്ന് പറയുന്ന ഒരു എലമെന്റ് അതിന്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അത് ആൽഫ പാർട്ടിക്കിളും 2 ബീറ്റ പാർട്ടിക്കിളും അതെന്ത് ചെയ്തു, എമിറ്റ് ചെയ്തു എങ്കിൽ അതിനുശേഷം അത് കൺവേർട്ട് ചെയ്തുണ്ടാകുന്ന ആ എലമെന്റിന്റെ മാസ് നമ്പർ എത്ര, അറ്റോമിക് നമ്പർ എത്ര. അറ്റോമിക് നമ്പർ 90, മാസ് നമ്പർ 228, 90 232, 88 228, 88 232. ഓക്കെ, ഇതെങ്ങനെ നമ്മൾ ചെയ്യുക? അതിന് ആദ്യം നമുക്ക് ഈ പറഞ്ഞ ആൽഫയും ബീറ്റയും എന്താണെന്ന് അറിയണം. എന്ന ആൻസറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് എത്താൻ പറ്റും. ആൽഫ എമിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഹീലിയം ആറ്റത്തിന് ഈക്വൽ ആണ്, ഹീലിയം ആറ്റത്തിന്. ഓക്കെ, അഥവാ അറ്റോമിക് നമ്പർ 2 മാസ് നമ്പർ 4 ആണ്. അപ്പൊ ഒരു ആൽഫ റൈസ് എമിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എത്ര, 6ൽ നിന്നും ഒരു ആൽഫ റൈസ് എമിറ്റ് ചെയ്താൽ അറ്റോമിക് നമ്പർ 2 മൈനസ് ചെയ്യണം, അറ്റ് ദ സെയിം ടൈം മാസ് നമ്പർ 4 മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പൊ 232 എന്തായി, 222 ആയി. അറ്റോമിക് നമ്പർ 2 മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ 88 ആയിട്ട് മാറി. അപ്പോഴാണ് ആൽഫ റൈസ് എന്ത് ചെയ്ത് എമിറ്റ് ചെയ്തത്. ഇനി ബീറ്റ റൈസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിന് തുല്യമാണ്, ഈക്വൽ ആണ് 1 ഇലക്ട്രോണിന്. ഓക്കെ, അപ്പൊ 1 ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, അവിടെ എമിറ്റ് ചെയ്യുന്നു. In beta emission, a neutron convert to a proton. ഓക്കെ, ഒരു ന്യൂട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കൺവേർട്ട് ചെയ്തുകൊണ്ട് അത് പ്രോട്ടോൺ ആയിട്ട് മാറുന്നുമുണ്ട്. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക, നമുക്കറിയാം ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ അത് അറ്റോമിക് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യൂല. എന്നാൽ അത് പ്രോട്ടോൺ ആയി മാറുക എന്ന് പറഞ്ഞാൽ എന്താണ്, അറ്റോമിക് നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ അറ്റോമിക് നമ്പർ ഓട്ടോമാറ്റിക്കലി അവിടെ 1 ഇൻക്രീസ് ആയിട്ടുണ്ടാകും. അതാണ് ബീറ്റ എമിഷനിൽ സംഭവിക്കുന്നുണ്ടാവുക. റെഡി? അപ്പൊ നോക്കിക്കേ, ഈ പറഞ്ഞ മാസ് നമ്പർ അവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. കാരണം എന്തേ, ന്യൂട്രോൺ പ്രോട്ടോൺ ആവാണ്, ന്യൂട്രോൺ പ്രോട്ടോൺ തന്നെ ആവാണ്. അപ്പൊ മാറ്റില്ല. പക്ഷേ അറ്റോമിക് നമ്പർ പ്രോട്ടോണിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ആ പ്രോട്ടോണിന്റെ എണ്ണം കൂടിയത് കൊണ്ട് അറ്റോമിക് നമ്പർ എന്ത് ചെയ്യും, കൂടുന്നുണ്ടാകും. ഓക്കെ, അപ്പൊ മാസ് നമ്പർ ചേഞ്ച് ആവുന്നില്ല, എന്നാൽ അറ്റോമിക് നമ്പർ 1 കൂട്ടണം. അപ്പൊ ടോട്ടൽ 2 ബീറ്റ എമിഷൻ നടന്നു എന്ന് പറയാൻ എന്താ, അറ്റോമിക് നമ്പർ 2 കിട്ടുക, മാസ് നമ്പർ റിമൈൻസ് എത്ര തന്നെയായിരിക്കും, നേരത്തെ ഉള്ളത് തന്നെയായിരിക്കും. അപ്പൊ അറ്റോമിക് നമ്പർ 2 കൂട്ടിയാൽ മതി, മാസ് നമ്പർ സെയിം തന്നെ. 88ലേക്ക് 2 ആഡ് ചെയ്ത് എത്ര വരും, 90 ആയിരിക്കും വരുന്നുണ്ടാവുക. സോ 90 അറ്റോമിക് നമ്പർ 228 is the mass number. So the answer is 90 atomic number 228 is the mass number. Option A is the റൈറ്റ് ആൻസർ. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിൽ ആൽഫ എന്താണ് ബീറ്റ എന്താണെന്ന് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. റെഡി? സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയി നോക്കാം. സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ എലമെന്റ് വിത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 ഈസ് എ ഓർ ആൻ ഡാഷ് മെറ്റൽ, നോൺ മെറ്റൽ, മെറ്റലോയിഡ്, ഇനേർട്ട് ഗ്യാസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയണം മക്കളെ. ഓക്കെ, അപ്പൊ ഇനി അത് അറിഞ്ഞില്ലെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1s നമുക്കറിയാം മാക്സിമം 2 ഇലക്ട്രോൺ, 2s-ലും 2 ഇലക്ട്രോൺ. ഓക്കെ, 2p-ൽ 6 ഇലക്ട്രോൺ. അപ്പൊ 2 ആയി 6 ആയി. 3s-ൽ നമുക്കറിയാം 2 ഇലക്ട്രോൺ. അപ്പുറത്ത് 3p 3d ഒക്കെ ഉണ്ടാകും, പക്ഷെ നമുക്കറിയാം ഇതിൽ 3s2 വരെ ഉള്ളൂ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ അവിടെയും 2. എത്രയാണ് ടോട്ടൽ ആൻസർ? 12 ആയി. ഓക്കെ, സോ 12 ഇലക്ട്രോൺ ഉള്ള എലമെന്റ് ഏതാ മക്കളെ? 12 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പറും 12 ആയിരിക്കണം. കാരണം ഇലക്ട്രോൺ എത്ര ഉണ്ടാവും അത്രയും പ്രോട്ടോൺ ഉണ്ടാവും, പ്രോട്ടോണിന്റെ നമ്പറാണ് അറ്റോമിക് നമ്പർ. സോ 12th എലമെന്റ് ഈസ് മഗ്നീഷ്യം. മഗ്നീഷ്യം അല്ലേ, മഗ്നീഷ്യം ഈസ് എ മെറ്റൽ ആയിരിക്കും അയാൾ ഉണ്ടാവുക. ഓക്കെ, മഗ്നീഷ്യം മെറ്റൽ ആയിരിക്കും ഉണ്ടാവുക. നോൺ മെറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിൽ എസ് സബ്ഷെല്ലിലുള്ള എസ്സിൽ ഇലക്ട്രോൺ എൻഡ് ചെയ്യുന്നതൊക്കെ മെറ്റൽ ആയിരിക്കും, ഡിയിലും ഇലക്ട്രോൺ എൻഡ് ചെയ്യുന്നതും മെറ്റൽ ആയിരിക്കും. ഓക്കെ, എന്നാൽ പിയിൽ ഇലക്ട്രോൺ എൻഡ് ചെയ്യുകയാണെങ്കിൽ അത് സൂക്ഷിച്ച് വേണം. പ്രത്യേകിച്ച്
പിയിൽ 4, 3p4, 3p5 ഇങ്ങനെയൊക്കെ വന്ന് 3p6 വരുമ്പോഴാണ് ഇനേർട്ട് ഗ്യാസ്, അത് നോബിൾ ഗ്യാസ് ആകും. ഗ്രൂപ്പ് നമ്പർ 18th ഗ്രൂപ്പ് പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ലാസ്റ്റ് ഗ്രൂപ്പ് ആയാലും എപ്പോഴാണ്? പിയിൽ 6 വരുമ്പോഴാണ്. ഓക്കെ, എന്നാൽ പിയിൽ 4ഉം 5 ഒക്കെ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ നോൺ മെറ്റൽ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, യെസ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ, മഗ്നീഷ്യം ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇലക്ട്രോണിന്റെ എണ്ണം ആഡ് ചെയ്തിട്ട് അതിന്റെ റിയൽ എലമെന്റ് നോക്കിയാൽ മതി. ഇറ്റ് ഈസ് എ മെറ്റൽ. ഫോർ എനി ആനയോൺ x-3 the mass number is 14. If an anion has 10 electron, then the number of neutron in x2 nucleus dash. So മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം. ആനയോണിന് x-3 ആണ്. ഓക്കെ, x-3 എന്നാണ് അതിന്റെ ചാർജ് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ പറഞ്ഞ ആനയോണിന് ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 10 ഇലക്ട്രോൺ ഉള്ളത്. എടാ, -3 എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോൺ എക്സ്ട്രാ ആഡ് ചെയ്തതല്ലേ? ആ 3 ഇലക്ട്രോൺ കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ അയാൾ x-3 എന്നുള്ള ആനിയോണിന് 10 ഇലക്ട്രോൺ ആകുന്നത്. ആ -3 നമ്മൾ ഒഴിവാക്കിയാലോ, അഥവാ ഇത് ഇയാൾ നോർമൽ ആറ്റം ആണെങ്കിലോ, ഇലക്ട്രോൺ ആഡ് ചെയ്തപ്പോഴാണ് ടോട്ടൽ 10 ഇലക്ട്രോൺ. അപ്പൊ അതിൽ നിന്ന് ആ -3 പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എത്രയായിരിക്കും വരുന്നുണ്ടാവുക? 7 ആയിരിക്കും ഇയാളുടെ അറ്റോമിക് നമ്പർ വരുന്നുണ്ടാവുക, അല്ലെ? എക്സ്ട്രാ അക്സെപ്റ്റ് ചെയ്ത 3 ഇലക്ട്രോണിനെ റിമൂവ് തന്നെ ചെയ്തു. അപ്പൊ 10 ഇലക്ട്രോണിന് 3 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ 7 ആയിരിക്കും ഉണ്ടാവുക. ഇയാളുടെ മാസ് നമ്പർ എത്രയും തന്നിട്ടുണ്ട്? മാസ് നമ്പർ ഈസ് 14, അല്ലെ? മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ന്യൂട്രോൺ പ്ലസ് പ്രോട്ടോൺ ആണ്. അതാണ് എന്ത്? 14 എന്ന് തന്നിട്ടുള്ളത്. ഓക്കെ, 14. സോ 7 ഇലക്ട്രോൺ ഉണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ പറഞ്ഞ പ്രോട്ടോണിന്റെ എണ്ണവും സെയിം ആയിരിക്കുമല്ലോ, 7 പ്രോട്ടോൺ ഉണ്ട്. ഇനിയോ ഈ പറഞ്ഞ രൂപത്തിൽ ന്യൂട്രോണിന്റെ എണ്ണം എത്രയായിരിക്കും വരുന്നുണ്ടാവുക? 14 പ്രോട്ടോൺ ഉണ്ട്. സോ ദ നമ്പർ ഓഫ് ന്യൂട്രോൺ ഈസ് ഓൾസോ 7 ആയിരിക്കും. കാരണം എന്തേ? ഈ 7 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 14 - 7 എത്ര കിട്ടും? ന്യൂട്രോണിന്റെ എണ്ണവും 7 ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 7 പ്രോട്ടോൺ അത് നമുക്ക് ഓൾറെഡി കിട്ടി. 7 ന്യൂട്രോൺ അതിപ്പോ നമ്മൾ ചെയ്ത് കണ്ട് കിട്ടി. ഇനി നമുക്കറിയാം എന്തായിരിക്കും വരുന്നുണ്ടാവുക? ഈ പറഞ്ഞ x2 ന്യൂക്ലിയസിലെ ടോട്ടൽ ന്യൂട്രോണിന്റെ എണ്ണം. x2 ന്യൂക്ലിയസ് ആണ്. സോ ദ നമ്പർ ഓഫ് ന്യൂട്രോൺ എത്രയാണ്? ന്യൂട്രോൺ 7 ആണെന്ന് കിട്ടിയല്ലോ. 7 ന്യൂട്രോൺ കിട്ടിയെന്ന് പറഞ്ഞാൽ x2 എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര ന്യൂട്രോൺ വരും? 2 × 7 വരും. ടോട്ടൽ 14 ന്യൂട്രോൺ ആയിരിക്കും ആൻസർ വരുന്നുണ്ടാവുക. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. -3 ആണ്. ഇത് ഏതാറ്റാടാ? നൈട്രജൻ ആണ്. എളുപ്പം നോക്കിയാൽ മതി. നൈട്രജൻ 3- ആണ് ഇത്, അല്ലെ? നൈട്രജൻ അറ്റോമിക് നമ്പർ എത്ര? 7. ഈ 7ലേക്ക് 3 ഇലക്ട്രോൺ വന്നപ്പോഴല്ലേ ടോട്ടൽ 10 ഇലക്ട്രോൺ ആയത്. ഓക്കെ, അപ്പൊ 7 പ്രോട്ടോൺ, അല്ലെ? ഇനിയോ മാസ് നമ്പർ 14 ആണ്. അപ്പൊ എത്ര ഉണ്ടാവും? 7 ന്യൂട്രോൺ. അങ്ങനെയല്ലേ ടോട്ടൽ 14 കിട്ടിയത്. ഓക്കെ, ഇനി ഈ പറഞ്ഞ രൂപത്തിൽ നൈട്രജൻ ആറ്റമാണ്, 7 ന്യൂട്രോൺ. ഇയാൾ നമുക്കറിയാം നൈട്രജൻ മോളിക്യൂൾ ആകുമ്പോഴോ there are 2 nitrogen atom. അപ്പോൾ ഒരു നൈട്രജൻ ആണ് 7 ന്യൂട്രോൺ. സോ 2 × 7 എത്ര വരും? ആൻസർ 14 എന്നുള്ള ആൻസർ കിട്ടും. സിമ്പിൾ ആണ്. റെഡി? Which of the following set of an element have the strongest tendency to form anion? നെഗറ്റീവ് ചാർജ് ഉള്ള അയോൺസിനെ വിളിച്ചവരാണ് ആനിയോൺ. ഇതിൽ കൂടുതൽ ആനിയോൺ ആവാൻ ടെൻഡൻസി ഉള്ളത് ഏത് സെറ്റിനാണ്? നൈട്രജൻ, ഓക്സിജൻ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, നൈട്രജൻ, ഫോസ്ഫറസ്, ക്ലോറിൻ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ. യെസ്, ആൻസർ എന്താ പറയാൻ പറ്റുമോ? യെസ്, ഇതിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയാം ഈ പറഞ്ഞ രൂപത്തിൽ ആനിയോൺസ് ആകുക എന്ന് പറഞ്ഞാൽ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി ഇസ് ദ എബിലിറ്റി ടു അട്രാക്ട് ദ ഇലക്ട്രോൺ ഓഫ് അതർ ആറ്റം. മറ്റൊരു ആറ്റത്തിന്റെ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി അഥവാ ആനിയോൺ ആവാനുള്ള എബിലിറ്റി കൂടുക എന്നർത്ഥം. ഓക്കെ, സോ നോൺ മെറ്റൽസ് നമുക്കറിയാം റൈറ്റ് സൈഡ് ഓഫ് പീരിയോഡിക് ടേബിൾ ആണ്. ലൈക്ക് ഓക്സിജൻ, സൾഫർ, ക്ലോറിൻ ഹാവ് സ്ട്രോങ്ലി ഫോം ആനയോൺ. കാരണം ഈ പറഞ്ഞ 16th ഗ്രൂപ്പാണ് ഓക്സിജനും സൾഫറും. ക്ലോറിൻ 17th ഗ്രൂപ്പാണ്, ഹാലജൻ ആണ്. അവരാണ് വേഗത്തിൽ എന്ത് ചെയ്യുക? ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവുക. നൈട്രജൻ, ഫോസ്ഫറസ്
can form anion but not strong as oxygen, sulfur and chlorine. നൈട്രജനും ഫോസ്ഫറസും നമ്മൾ നേരത്തെ പറഞ്ഞ N3- അല്ലെ, ഫോസ്ഫറസ് ഒക്കെ അതേപോലെ അയോൺസ് ഉണ്ടാക്കും, ബട്ട് നേരത്തെ ഉള്ള അത്ര ഇല്ല. സോ നമ്മൾ ഓരോ ഓപ്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ NOP, നൈട്രജനും ഫോസ്ഫറസും ഹാവ് വെരി സ്ട്രോങ് ആനിയോൺ ഫോമേഴ്സ് കമ്പയർഡ് ടു ഹാലജൻ. അല്ലെ, അവരെന്തല്ല, നൈട്രജനും ഓക്സിജനും നൈട്രജനും ഫോസ്ഫറസും നേരത്തെ പറഞ്ഞ പോലെ അത്ര ആനിയോൺസ് ഉണ്ടാവില്ല. അപ്പൊ അത് ഏതായാലും ആൻസർ അല്ല. ഇനി ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ. സൾഫറും ക്ലോറിനും നമുക്കറിയാം പെട്ടെന്ന് ആനിയോൺസ് ഉണ്ടാക്കും, ബട്ട് ഫോസ്ഫറസ് വീക്കർ ആണ്. നൈട്രജൻ, ഫോസ്ഫറസ്, ക്ലോറിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ നൈട്രജൻ അതേപോലെ തന്നെ ഫോസ്ഫറസ് എന്താണ്, വെരി വീക്കാണ് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ക്ലോറിൻ നന്നായിട്ട് ഉണ്ടാക്കും. നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ മാത്രമാണ് എന്തുള്ളത്, അത് ഈ പറഞ്ഞ പോലെ സ്ട്രോങ് ആയിട്ടുള്ളത്. സോ അവർ ആൻസർ ഈസ് എന്തായിരിക്കും വരുന്നുണ്ടാവുക, ഈ പറഞ്ഞ ആൻസർ ഫോസ്ഫറസ്, സൾഫർ ആൻഡ് ക്ലോറിൻ. അല്ലെ, ഫോസ്ഫറസ്, സൾഫർ ആൻഡ് ക്ലോറിൻ. ഇതില് നമുക്കറിയാം സൾഫറും ക്ലോറിനും നന്നായിട്ട് ഉണ്ടാക്കുന്നു, ഫോസ്ഫറസ് എന്താണ്, കുറച്ച് വീക്കാണെന്ന് മാത്രം. അപ്പൊ ഈ രൂപത്തിൽ നോക്കുമ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും മക്കളെ വരുന്നുണ്ടാവുക, ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഈ രൂപത്തിലാണ് അതിന്റെ ആൻസർ. നമ്മളപ്പോ ഒരു എലമെന്റിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. യെസ്, ഇനി നോക്കൂ, ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ തോന്നും, ബട്ട് ആക്ച്വലി ഇത് നമ്മളെ അറ്റോമിക് സ്ട്രക്ചറിലെ ഒരു കോർ കൺസെപ്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള സംഗതിയാണ്. Consider an element with 7 electrons in the ground state. These electrons may be arranged in 1s, 2s, 2p. നമുക്ക് എല്ലാവർക്കും അറിയാം ടോട്ടൽ 7 ഇലക്ട്രോൺ ആണ്. ഓക്കെ, അപ്പൊ 1s നമുക്കറിയാം 2 ഇലക്ട്രോൺ ഉണ്ടാവും. 2s മാക്സിമം എത്രയാടാ, ഞാൻ പറഞ്ഞു എസ് സബ്ഷനിലാണോ മാക്സിമം 2 ഇലക്ട്രോൺ. 2p നമുക്ക് 6 വരെ പോകാം, പക്ഷെ ഇവിടെ ആകെ 7 ഇലക്ട്രോണേ ഉള്ളൂ. 7 4 ഓൾറെഡി ഫില്ല് ചെയ്തു. സോ 2p 3 ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക. എങ്കിൽ ഇൻ ഓർ ഡിഫറെന്റ് വേസിൽ ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏത് അറേഞ്ച്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? 1s 2 ഇലക്ട്രോൺ, 2s 2 ഇലക്ട്രോൺ, 2p എന്തുണ്ട്, ഈ പറഞ്ഞ രൂപത്തിൽ 3 ഇലക്ട്രോൺ. അപ്പൊ ഇതിൽ ഏതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് എന്നാണ്. നമ്മൾക്കറിയാം ഇലക്ട്രോൺസ് എപ്പോഴും നമുക്കറിയാം പെയർ ആയിട്ടാണ് ഉണ്ടാവുക. ഇലക്ട്രോൺസ് എപ്പോഴും നേരത്തെ പറയില്ലേ, ഓർബിറ്റലുകളിൽ 2 ഇലക്ട്രോൺസ് ആണ് മാക്സിമം, അതെപ്പോഴും പെയർ ആയിട്ടാണ്. അപ്പൊ ഇവിടെ കണ്ടോ 2 ഇലക്ട്രോൺ പെയർ ആണ്, പെയർഡ് ആണ്, പെയർഡ് ആണ്, പെയർഡ് ആണ്. 1s ഓക്കെയാണ്. 2s 2 ഇലക്ട്രോൺ അതാ, 2 ഇലക്ട്രോൺ ഓക്കെയാണ്, 2 ഇലക്ട്രോൺ ഓക്കെയാണ്. 1 ഇലക്ട്രോൺ ആണ്, അപ്പൊ ഇതേതായാലും അല്ല. 1 ഇലക്ട്രോണേ ഉള്ളൂ, അതേതായാലും അല്ല. കാരണം ഇലക്ട്രോൺ പെയർ ചെയ്തതിന് ശേഷമേ എനർജി കൂടിയ നെക്സ്റ്റ് ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുള്ളൂ. ഇവിടെ കണ്ടോ നിങ്ങള് പെയർഡ് ദെൻ 1 ഇലക്ട്രോൺ. ഇവിടെയോ 1 1 1. ഇവിടെയോ 4 ഇലക്ട്രോൺ ഉണ്ട്, അതേതായാലും അല്ല. ഇവിടെയും 4 ഉണ്ട്. അപ്പൊ ഇതേതായാലും നമ്മൾ ഓപ്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇലക്ട്രോൺ പെയർ ചെയ്യുമ്പോൾ ആദ്യം പെയർ ചെയ്തിട്ടല്ല നെക്സ്റ്റ് ഓർബിറ്റലിലേക്ക് പോവുക. നേരെ മറിച്ച് ഓരോ ഓർബിറ്റൽ നമ്മൾ പറഞ്ഞു പിയില് ടോട്ടൽ 6 ഇലക്ട്രോൺ വരെ അക്കോമഡേറ്റ് ചെയ്യാം. അപ്പൊ എത്ര ഓർബിറ്റൽ ഉണ്ടാവും ഇവിടെ? ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോൺ ആണ്. അപ്പൊ there are 3 orbitals are there. പക്ഷെ ഈ 3 ഓർബിറ്റലും പെയർ ചെയ്യുമ്പോൾ എങ്ങനെ വെച്ച് വേറെ അറിയോ, ആദ്യം സിംഗിൾ ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്തതിനു ശേഷമേ ഡബിൾ അക്കോമഡേറ്റ് ഉള്ളൂ. അഥവാ 1 1 1 then 1 then 1 then 1, അപ്പോഴേ പെയർ ആവുള്ളൂ. അപ്പൊ ആദ്യം പെയർ ആവലല്ല, ആദ്യം സിംഗിൾ ആയിട്ട് ഓക്യുപ്പൈ ചെയ്തതിന് ശേഷമാണ് പെയർ ആവുക. അപ്പൊ ഇവിടെ നമുക്കറിയാം ബാക്കി ഇനി 3 ഇലക്ട്രോണേ ഉള്ളൂ. 4 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആവുമായിരുന്നു, ബട്ട് ആകെ 3 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ സിംഗിൾ ആയിട്ടുള്ള ഓരോ ഓർബിറ്റലിലും ഇലക്ട്രോൺ എന്ത് ചെയ്തു, ഫില്ല് ചെയ്തു. അപ്പൊ ഇതായിരിക്കും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ്. സോ ഇൻ ദ കേസ് നമുക്കറിയാം ഈ പറഞ്ഞ ബി ആയിരിക്കും അതിന്റെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നുണ്ടാവുക. റെഡി? സോ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, യെസ്. ഇനി ഇഫ് z is equal to 10, the valency of the element is, simple question, z 10 ആണെങ്കിൽ z എന്ന് പറഞ്ഞാൽ എന്താ, അതറിയാത്തൊരു പ്രശ്നമാവും. z is atomic number, നോട്ട് മാസ് നമ്പർ. z അറ്റോമിക് നമ്പർ ആണ്, 10 ആണ്. അപ്പൊ എങ്ങനെയാ അതിന്റെ വാലൻസി വരിക? 2 8 അല്ലെ, 2,8 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആയാൽ വാലൻസി ഷുഡ് ബി 0 ആയിരിക്കും വാലൻസി വരുന്നുണ്ടാവുക. കാരണം എന്തേ, ഇതൊരു നോബിൾ ഗ്യാസ് ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അയാൾ നോബിൾ ഗ്യാസ് ആണ്, അയാൾക്ക് വാലൻസി 0 ആയിരിക്കും ഉണ്ടാവുക. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഇലക്ട്രോൺസ് ഇൻ ദ ലാസ്റ്റ് ഷെൽ ഓഫ്
X, Y, W and Z are 2, 6, 4. അപ്പോൾ 2, 6, 4, 1 ആണ് റെസ്പെക്റ്റീവ്ലി. 2, 6, 4 ആണ് റെസ്പെക്റ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ, എക്സ്, വൈ, പിന്നെ ഏതൊക്കെയാണ് എഴുതടാ? ഡബ്ല്യു, സെഡ് അല്ലെ? ഡബ്ല്യു, സെഡ്. 2, 6, 4, 1. 2, 6, 4, 1 ഇതാണ് ഉണ്ടാവുക. ഇനി ക്വസ്റ്റ്യൻ എന്താ? Which of the following statement is correct? ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? Melting point of compound formed by X and Y is more than that of by W and Z. Compound formed by X and Y is more volatile than of by W and Z. Melting point compound formed by X and Z is more than that of by W and Y. Incomplete information, so inference cannot be drawn. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ, ഇവിടെ ആദ്യം നമ്മൾ ഈ കിട്ടിയ ആളുകൾ അറ്റോമിക് നമ്പർ ആണല്ലോ തന്നത്. സോറി, അറ്റോമിക് നമ്പർ അല്ല, ഇലക്ട്രോൺ ഇൻ ലാസ്റ്റ് ഷെല്ലാണ് തന്നത് അല്ലെ? ലാസ്റ്റ് ഷെല്ലിൽ ഇത്ര ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ നമുക്ക് വാലൻസി നോക്കിയാൽ മതി. വാലൻസി കിട്ടിയാൽ ഒരുപാട് കാര്യം ഇത് ഏത് ടൈപ്പ് ആണെന്നൊക്കെ കിട്ടും. ഓക്കെ, വാലൻസി 2 ആണ്. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണെങ്കിൽ ഇയാൾ 2+ ആയിരിക്കും. ഇലക്ട്രോൺ എപ്പോഴും കൊടുക്കും. സെക്കൻഡ് ഗ്രൂപ്പ് ആയിരിക്കും വരുന്നുണ്ടാവുക. സെക്കൻഡ് ഗ്രൂപ്പിൽ അല്ലെ നമ്മളെ മഗ്നീഷ്യം, കാൽഷ്യം പോലെയുള്ള ആളുകളായിരിക്കും ഇവിടെ വരുന്നുണ്ടാവുക. മഗ്നീഷ്യം, കാൽഷ്യം പോലുള്ള ആളുകൾ. ഇനി Y 6 ആണ്. 6 എന്ന് പറയുമ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിലാണ് 6 ഇലക്ട്രോൺ. സോ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ആണ് ചെയ്യുന്നുണ്ടാവുക. 2 നെഗറ്റീവ് ചാർജ് ആണ്. അത് നമ്മുടെ ഓക്സിജൻ, സൾഫർ പോലുള്ള ആളുകളായിരിക്കും മിക്കവാറും ഉണ്ടാവുക. 16th ഗ്രൂപ്പ് എലമെന്റ് ആയിരിക്കും കേട്ടോ. W4 ആണ്. 4 ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വരുന്ന ആളാരാടാ? കാർബൺ ആണ് അല്ലെ? അതിന്റെ വാലൻസി 4 തന്നെയായിരിക്കും. Z1 ആണെന്ന് പറഞ്ഞാൽ എന്താ? ഔട്ടർമോസ്റ്റിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. അയാൾ എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും. അപ്പൊ എന്താകും? നമുക്കറിയാം ഹൈഡ്രജൻ പോലെയുള്ള ആളായിരിക്കും ഉണ്ടാവുക. ഹൈഡ്രജൻ അല്ലെങ്കിൽ സോഡിയം പോലെയുള്ള ആളായിരിക്കും ഉണ്ടാവുക. ഇതിൽ ആർക്ക് തമ്മിൽ കൂടിച്ചേരാം? നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. എന്തായാലും എക്സും വൈയും കൂടി കൂടിച്ചേർന്നൂടെ? 2 പോസിറ്റീവ് 2 നെഗറ്റീവ്. മഗ്നീഷ്യം ഓക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ് പോലുള്ള ആളുകളൊക്കെ. അപ്പൊ എക്സും വൈയും കൂടി ചേർന്നാൽ ഈ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യും അല്ലെ? ഈ പറഞ്ഞ വൈക്ക് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും അല്ലെ? എക്സ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യും, വൈ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യും. രണ്ടും കൂടി നമുക്കറിയാം XY എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആയിരിക്കും അവിടെ ഫോം ചെയ്യുക. ഇറ്റ് ഷുഡ് ബി ആൻ അയോണിക്. ഇയാൾ എന്തായിരിക്കും? അയോണിക് ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഗ്നീഷ്യം ഓക്സൈഡ് അല്ലെങ്കിൽ കാൽഷ്യം ഓക്സൈഡ്. ഇനി ഇവർ തമ്മിൽ കൂടിച്ചേരാം. കാരണം എന്താ അറിയോ? കാർബൺ ഹൈഡ്രജനുമായി കൂടിച്ചേർന്നാൽ CH4 മീഥെയിൻ പോലുള്ള ആളുകളായിരിക്കും ഉണ്ടാവുക. കാർബണിന്റെ 4 അല്ലെ? ഈ 4 ഇയാൾ 1 അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇയാൾ ഇങ്ങോട്ട് വരും, ഇയാൾ ഇങ്ങോട്ട് പോകും, അങ്ങനെ CH4 ഉണ്ടാകും. ഈ CH4 എന്താണ്? ഒരു കൊവാലന്റ് ആണ്. എടാ, അയോണിക് കോമ്പൗണ്ടും കൊവാലന്റ് കോമ്പൗണ്ടും നോക്കിക്കഴിഞ്ഞാൽ ആർക്കാണ് അതിലെ മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ ഉണ്ടാവുക? ഈ പറഞ്ഞ അയോണിക്കിനാണ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാവുക. സോ A ഈസ് ദ റൈറ്റ് ആൻസർ. എക്സും വൈയും കൂടി ചേർന്നുണ്ടാകുന്ന ആൾക്ക് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ് ദാൻ W ആൻഡ് Z. സോ A ആയിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരിക. ഈ വളട്ടൈൽ അതൊരിക്കലും സംഭവിക്കാറില്ല. ഓക്കെ, ഇപ്പോൾ വളട്ടൈൽ ആയിട്ടുള്ള ആളുകളാണ് എന്ത്? എക്സ് ആൻഡ് വൈ ഇസ് മോർ വളട്ടൈൽ ദാൻ W ആൻഡ് Z. എക്സ് ആൻഡ് വൈ, ഈ പറഞ്ഞ എക്സ് ആൻഡ് വൈ അഥവാ അയോണിക് ആണ്. അത് ഈ പറഞ്ഞ കൊവാലന്റിനേക്കാളും വോളട്ടൈൽ ആണ്. ചാൻസ് ഉണ്ടോ? അയണിക് കോമ്പൗണ്ട് ഒരിക്കലും എന്തല്ല പെട്ടെന്ന് വോളട്ടൈൽ ആവൂല എന്നുള്ളതാണ്. അയണിക് കോമ്പൗണ്ട് പറയുമ്പോൾ നമ്മൾ സോഡിയം ക്ലോറൈഡ് ഉപ്പ് ആലോചിച്ചാൽ മതി. പൊതുവെ സോളിഡ് ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ നോൺ വോളട്ടൈൽ ആയിരിക്കും. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റ് ഒക്കെ വളരെ കൂടുതലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതൊക്കെയാണ് അയണിക് കോമ്പൗണ്ട്സിന്റെ ജനറൽ ആയിട്ടുള്ള പോയിന്റുകൾ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് വരിക. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഒരിക്കലും വരില്ല. എക്സും സെഡും കൂടി റിയാക്ട് ചെയ്യോ? എക്സും സെഡും കൂടി റിയാക്ട് ചെയ്യോ? മഗ്നീഷ്യം ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞാലും അതെന്തല്ല ഈ പറഞ്ഞ അല്ലെങ്കിൽ മഗ്നീഷ്യം സോഡിയം അങ്ങനെ റിയാക്ട് ചെയ്യോ? നോ ചാൻസ് അല്ലെ? മഗ്നീഷ്യം ഹൈഡ്രൈഡ് പോസിബിലിറ്റി ഉണ്ട്, പക്ഷെ സോഡിയം മഗ്നീഷ്യം കൂടിയും അല്ലെങ്കിൽ 1+ഉം 2+ഉം കൂടിയും ജനറലി ഉണ്ടാവാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. ഓക്കെ, which of the following species are isoelectronic with neon? What is isoelectronic? Iso means same, electron means same number of electron.
ഓക്കെ, അപ്പൊ ആലോചിച്ചാൽ മതി. നിയോൺ ആണ്, നിയോണിന്റെ അറ്റോമിക് നമ്പർ എത്രടാ? 10 ആണ്. സോ 10 ഇലക്ട്രോൺ ഉണ്ടാവണം. അറ്റോമിക് നമ്പർ 10 ആണെന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ 10 ഉണ്ടോ നോക്കുക. അതാ N3-, നൈട്രജൻ 7 ആണ്, 3- ആണ്. അപ്പൊ 3 ഇലക്ട്രോൺ കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ 10 ഇലക്ട്രോൺ. മഗ്നീഷ്യം ഓൾറെഡി 12 ആണ്, 2+ ആണ്. പ്ലസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പോയി, 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്താൽ അത് അവിടുന്ന് പോയി കഴിഞ്ഞാൽ അപ്പോഴും 10 ഇലക്ട്രോൺ. പൊട്ടാഷ്യം 19 ആണ്, 1 ഇലക്ട്രോണേ പോയിട്ടുള്ളൂ, അപ്പൊ 18 ഇലക്ട്രോണേ ബാക്കി ഉണ്ടാവുള്ളൂ. കാൽഷ്യം 20 ആണ്, 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തു, അപ്പൊ എത്ര ഉണ്ടാവുള്ളൂ? 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്താൽ 18 ഇലക്ട്രോൺസ് ഉണ്ടാവുള്ളൂ. സോ 1ഉം 2ഉം മാത്രമാണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഏതായിരിക്കും മക്കളെ? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. സി ആണ് ഐസോ ഇലക്ട്രോണിക് ആയിട്ട് വരുന്നുണ്ടാവുക. ദ കെമിക്കൽ എലമെന്റ് എ ഹാസ് അറ്റോമിക് നമ്പർ 11 and B atomic number 17. Electronic configuration is, നമ്മൾ നേരത്തെ പറഞ്ഞ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. 11 ആണ്, 11 1s2 1s2 2 ഇലക്ട്രോൺ ആയി, 2s2 ടോട്ടൽ 4 ആയി, 2p6 10 ആയി. 2p6 കഴിഞ്ഞാൽ 3s ആണ്, 3sൽ എത്ര ഇലക്ട്രോൺ? 1. അപ്പോഴല്ലേ ടോട്ടൽ 11 വരിക അല്ലെ? 11 വാല്യൂ വരിക. അപ്പൊ 1s2 2s2 2p6 3s1. ഓപ്ഷൻ എ ആകാം, സോറി ബി ആകാം, ബി ആകാം, അല്ലെങ്കിൽ ഡി ആകാം. അപ്പൊ നമ്മൾ 17 കൂടി നോക്കേണ്ടി വരും. 3pയിൽ എത്ര വരെ പോകും മക്കളെ? 3s കഴിഞ്ഞാൽ 3sല് 2 ഇലക്ട്രോൺ ഉണ്ട് എന്ന് വിചാരിച്ചോ. അപ്പൊ 2 ഞാൻ 3s ഒഴിവാക്കി 3s2 എടുക്കണേ. 2 ഇലക്ട്രോൺ, 4 ഇലക്ട്രോൺ, 10 ഇലക്ട്രോൺ, 12 ഇലക്ട്രോൺ. 3s2 എന്ന് പറയുമ്പോൾ 12 ഇലക്ട്രോൺ. 3s കഴിഞ്ഞാൽ 3p 17 കിട്ടാൻ 3pയിൽ 5 ഇലക്ട്രോൺ. കാരണം 12ഉം 5ഉം കൂടി ആഡ് ചെയ്താൽ 17. 1s2 2s2 2p6 അപ്പൊ 10 ഇലക്ട്രോൺ ആയി. 3s2 12 ഇലക്ട്രോൺ, 3p5 17 17 ഇലക്ട്രോൺ. അപ്പൊ 3p5 കിട്ടണം. 3p5 വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും വരുന്നുണ്ടാവുക. റെഡി? അപ്പൊ ഇത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിയുന്നവർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും? ആൻസർ കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ, വാട്ട് ഈസ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫോർ ദ മോസ്റ്റ് സ്റ്റേബിൾ അയോൺ ഓഫ് അലുമിനിയം? അലുമിനിയത്തിന്റെ മോസ്റ്റ് സ്റ്റേബിൾ ആയ അയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അലുമിനിയം അറ്റോമിക് നമ്പർ എത്രയാടാ? 13 ആണ്. 13. ഈ 13 ഉള്ള അലുമിനിയം അയാളുടെ അയോൺ ആണ്. അഥവാ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ മക്കളെ? 283 ആണ്. അലുമിനിയം എത്ര ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുക? 3 ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും. Al3+ എന്നാണ്. 3 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉള്ളൂ മക്കളെ? ടോട്ടൽ 10 ഇലക്ട്രോൺ ഉള്ളൂ. 2,8 ആണ്. ഓക്കെ, ടോട്ടൽ 10 ഇലക്ട്രോൺ. 10 ഇലക്ട്രോൺ ഇതിൽ വരുന്നത് ആരാടാ? 2 4 10 12. ഇതാണ് മഗ്നീഷ്യത്തിന്റെ 3s2 എന്നൊക്കെ കൊടുത്തത്. ഓക്കെ, മഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാ വരിക. കാരണം 12 ആണ്. പക്ഷെ നമുക്ക് അലുമിനിയം ഇവിടെ 1s2 2s2 2p2 4 2p6 കണ്ടോ? കറക്റ്റ് 10 കിട്ടി. ആൻസർ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇതായിരിക്കും വരുന്നുണ്ടാവുക. ഇങ്ങനെ വരുമോ? 2p5 then 3s1 വരുമോ? 2p6 കഴിഞ്ഞിട്ടേ 3s വരുള്ളൂ കേട്ടോ. ബാക്കിയുള്ളതൊന്നും ഉണ്ടാവൂല, ആൻസർ ആവൂല. അലുമിനിയത്തിന് ഏറ്റവും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് ഉണ്ടാവുക. ഇനി നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ദ ഓർബിറ്റൽ വിത്ത് മാക്സിമം എനർജി ഈസ്. ഏറ്റവും മാക്സിമം എനർജി ഇതിൽ ഏതായിരിക്കും? വേഗത്തിൽ ആൻസർ പറഞ്ഞേ. നേരത്തെ നമ്മൾ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. 3d 6d 5p 4s. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മളവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ആ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡർ ആണ്. ഓക്കെ, 1s ആദ്യം അറിയോ? 1s 2s 3s അങ്ങനെ എല്ലാ എസും ആദ്യം എഴുതുക. ദെൻ 2p 3p 4p അത് എഴുതുക. 3d 4d 5d അത് എഴുതുക. ഓക്കെ, 4f 5f അത് എഴുതുക. എന്നിട്ട് നമ്മൾ ക്രോസ് ആയിട്ട് എന്ത് ചെയ്യുക? ആരോ വരക്കുക. ഓക്കെ, ക്രോസ് ആയിട്ട് നമ്മൾ ആരോ വരക്കുമ്പോൾ ആദ്യം 1s ആണ് ഏറ്റവും ലോ എനർജി, ദെൻ 2s, ദെൻ 2p, ദെൻ 3s, ദെൻ 3p 4s. ഞാൻ പറഞ്ഞു 3p കഴിഞ്ഞാൽ 3dയിലേക്ക് ഇലക്ട്രോൺ എൻ്റർ ചെയ്യാതെ 4sലേക്കാണ് ഇലക്ട്രോൺ ചെയ്യുക. ദെൻ 3d 4p 5s, then 4d 5p 6s. Okay, then 4f 5d 6p 7s. Okay, അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് ഏറ്റവും കൂടുതൽ എനർജി ആർക്കായിരിക്കും മക്കളെ ഉണ്ടാവുക? ഈ പറഞ്ഞ രൂപത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി 6d ആയിരിക്കും ഉണ്ടാവുക. കണ്ടോ, 6d എവിടെ കിടക്കുന്നത്? 6d ഇവിടെയാണ് കിടക്കുന്നത്. 6d
അല്ലെ 60യേക്കാളും എനർജി കുറവാണ് ആർക്ക് നമ്മൾ പറയുന്ന അല്ലെ 60യേക്കാളും എനർജി കുറവാണ് 5p അല്ലെ 5pയേക്കാളും എനർജി കുറവാണ് ആർക്ക് 3d അതിനേക്കാളും എനർജി കുറവാണ് 4s അല്ലെ 3dയേക്കാളും എനർജി കുറവാണ് 4s കാരണം 4s ഇലക്ട്രോൺ എൻ്റർ ചെയ്തതിന് ശേഷമേ 3d ഉള്ളൂ ദെൻ ഈ രൂപത്തിലാണ് അതിന്റെ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡർ ഉണ്ടാവുക അതിനനുസരിച്ച് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുള്ളൂ അവിടെ ഫില്ല് ആവുള്ളൂ അതുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ചില ദിവസം നമുക്ക് അറിയുന്നത് ഉണ്ടാകും ചിലത് അറിയാത്തത് ഉണ്ടാകും അറിയാത്ത പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ നോട്ട്ബുക്കിൽ അത് എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ കിട്ടുന്നത് അറിയില്ല എന്ന് പറഞ്ഞിരിക്കലല്ല അറിയുന്ന പോയിന്റുകളുമായി കണക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം കൂടുതലായിട്ട് പഠിക്കണം ആ രൂപത്തിൽ നമ്മൾ NSE-JS എണ്ണം ഏറ്റവും നന്നായിട്ട് നമുക്ക് എക്സാം എഴുതാൻ കഴിയേണ്ടതുണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നല്ല കോൺഫിഡൻറ്റോട് കൂടിയിട്ട് എന്ത് ചെയ്യുക എക്സാം പോയി എഴുതുക ഒരുപാട് വീഡിയോസ് ചില വീഡിയോസ് ചിലപ്പോൾ 2 വട്ടം കാണേണ്ടി വരും അങ്ങനെ കൂടുതൽ കണ്ടുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എല്ലാവർക്കും എക്സാമിന് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്